കാസർഗോഡ് ജില്ലയിലെ മലയോരങ്ങൾ എന്നത് ഏത് കാലത്തും UDFിനെ വലിയ തോതിൽ പിന്തുണയ്ക്കുന്ന ഒരു മേഖലയാണ്. ഇവിടെ ജില്ലാ പഞ്ചായത്തിന്റെ കള്ളാർ ഡിവിഷനിൽ ഇത്തവണ ഒരു യുവ അധ്യാപികയാണ് UDF മത്സരത്തിനായിട്ട് രംഗത്തിറക്കിയിട്ടുള്ളത്. അധ്യാപിക ഒട്ടേറെ വർഷത്തെ സേവന പരിചയമുണ്ട്. ആ ഒരു അനുഭവ സമ്പത്തിൻ്റെയൊക്കെ തന്നെ വെളിച്ചത്തിലാണ് ഇത്തവണ വോട്ടഭ്യർത്ഥിച്ച് ജനങ്ങളിലേക്ക് എത്തുന്നത്. പിച്ച് വെച്ച മണ്ണിൽ തന്നെയാണ് ഷിമിയുടെ കന്നിയംഗം. കുട്ടിക്കാലം തൊട്ടേ ചേർത്ത് നിർത്തിയ നാട്ടുകാരെയും സഹപ്രവർത്തകരെയും കൂടെ നിർത്തിയാണ് പ്രചരണ പ്രവർത്തനങ്ങളെല്ലാം. യൂത്ത് കോൺഗ്രസ് KSU നേതാവായും NSS വോളണ്ടിയർ സെക്രട്ടറിയായും പ്രവർത്തിച്ചു നേടിയ അനുഭവങ്ങളും ഷിമിക്കുണ്ട്. ഞാൻ സെന്റ് പയസ് കോളേജിലാണ് ഡിഗ്രി BSc കമ്പ്യൂട്ടർ സയൻസ് ചെയ്തത്. ആ സമയത്താണ് എൻ്റെ രാഷ്ട്രീയ ഭാവി തുടങ്ങുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഡയറക്റ്റ്ലി വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റും എന്നൊന്നും ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. പെട്ടെന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, എൻ്റെ മനസ്സിൽ ഒരുപാട് ഐഡിയാസ് ആണ്. ഇപ്പം നമ്മുടെ ഈ മലയോര പ്രദേശത്ത് ഏറ്റവും കൂടുതൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെയുള്ള ആളുകളെല്ലാം കർഷകരാണ് കൂടുതലും, അല്ലെ? കർഷകർക്ക് ഇപ്പം ഏറ്റവും അവർ നേരിടുന്ന വെല്ലുവിളി എന്ന് പറയുന്നത് വന്യമൃഗശല്യമാണ്. ഇപ്പം എന്ത് വിളകൾ നമ്മൾ താക്കിയാലും ഒരു മാസത്തിനുള്ളിൽ അത് ഒന്നെങ്കിൽ പന്നി കയറും അല്ലെങ്കിൽ കുരങ്ങ് കയറും. അത് ആ രീതിയിൽ അങ്ങ് പോകും. പക്ഷേ നമുക്ക് എന്തെങ്കിലും നഷ്ടപരിഹാരം എന്നുള്ള രീതിയിൽ നമ്മൾ പഞ്ചായത്തിൽ നമ്മൾ അപേക്ഷ വെച്ചു എന്ന് വിചാരിക്കുക. നമ്മൾ അപേക്ഷ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കിട്ടും. അതല്ല നമുക്ക് കിട്ടേണ്ടത്, മറിച്ച് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറക്റ്റ് കോമ്പൻസേഷൻ നമുക്ക് കിട്ടണം. അപ്പം അതിന് ഒരുപാട് മാറ്റങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റങ്ങൾ വരേണ്ടതുണ്ട്. ഓക്കെ, അതിനെതിരെ പ്രവർത്തിക്കണം എന്നാണ് വിചാരിക്കുന്നത്. അധ്യാപക ജോലിയിൽ നിന്നും രാജിവെച്ചാണ് ഷിമി മത്സരത്തിന് തയ്യാറാവുന്നത്. ഡിവിഷനിൽ കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടത്താനുള്ള രൂപരേഖയും തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. മലയോരത്ത് ശക്തരായ വനിതാ സ്ഥാനാർത്ഥികളെ തന്നെയാണ് LDFും BJPയും രംഗത്തിറക്കിയത്. LDFിനായി കേരള കോൺഗ്രസിലെ റീന തോമസും NDAക്കായി BJPയിലെ ധന്യ സുമോദുമാണ് മത്സര രംഗത്തുള്ളത്. വൈറ്റ് കോളർ ജോലി തേടി യുവതലമുറ വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്ന ഇക്കാലത്ത് ഇതുപോലുള്ള യുവ പൊതുപ്രവർത്തകർ നാടിന് മുഴുവൻ മാതൃകയാണ്. സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.